ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വാതക നിയമങ്ങൾ അഥവാ ഗ്യാസ് ലോസ് എന്നിവയാണ്. നമുക്ക് ആദ്യമായി ബോയിൽ നിയമത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് ബോയിൽ നിയമം അഥവാ ബോയിൽസ് ലോ? ഈ പിക്ചർ ശ്രദ്ധിക്കുക. ഇതൊരു സിലിണ്ടറിനകത്ത് ഗ്യാസ് മോളിക്യൂൾ ഫില്ല് ചെയ്തിരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. സിലിണ്ടർ, അതിനകത്ത് ഗ്യാസ് മോളിക്യൂൾ, ഇതിനകത്ത് മുകളിലൊരു പിസ്റ്റൺ വെച്ച് നമ്മൾ പ്രഷർ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. പ്രഷർ അഥവാ മർദ്ദം കൊടുക്കുകയാണ്. ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂളിലേക്ക് നമ്മൾ പിസ്റ്റൺ വെച്ച് പ്രഷർ കൊടുക്കുന്നു അഥവാ മർദ്ദം കൊടുക്കുന്നു. ഇതിൻ്റെ അകത്ത് വ്യാപ്തം അഥവാ വോളിയം പിസ്റ്റൺ വെച്ച് മർദ്ദം കൊടുക്കുമ്പോൾ ഓരോ ഫിഗറിലും വരുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കുക. കുറഞ്ഞു വരുന്നു. വോളിയം കുറഞ്ഞു വരുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ് സ്ഥിരമായിരിക്കും. ഓക്കെ, ഒന്നും കൂടി പറയാം. ഇതൊരു സിലിണ്ടറിൻ്റെ പിക്ചറാണ്. അതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ആണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു പടത്തിന് തന്നെ കണ്ടിന്യൂഷനാണ് വരുന്നത്. ഇതാദ്യത്തെ പടം. ഇവിടെ പിസ്റ്റൺ ഇവിടെയാണ് ഇരിക്കുന്നത്. പിസ്റ്റൺ വെച്ച് കുറച്ചും കൂടി മർദ്ദം കൊടുത്തു അഥവാ പ്രഷർ കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി താഴെ വന്നു. അതിൻ്റെ വോളിയം അപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. വോളിയം അഥവാ വ്യാപ്തം കുറഞ്ഞിട്ടുണ്ട്. അടുത്ത പടത്തിൽ ഇത്തിരി കൂടി പ്രഷർ കൊടുത്തു അഥവാ മർദ്ദം കൊടുത്തു. അപ്പോൾ അതിൻ്റെ വോളിയം കുറച്ചുകൂടി കുറഞ്ഞു. ഇതിൽ കുറച്ചും കൂടി മർദ്ദം കൊടുത്തു. അപ്പോൾ വോളിയം കുറഞ്ഞു. ലാസ്റ്റത്തെ ഫിഗർ, അഞ്ചാമത്തെ ഫിഗറിൽ കുറച്ചും കൂടി മർദ്ദം കൊടുത്തു. അപ്പോൾ വോളിയം കുറഞ്ഞു. ഈ പടത്തിലെല്ലാത്തിലും ടെമ്പറേച്ചർ അഥവാ ഊഷ്മാവ് സ്ഥിരമായിരിക്കും. അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/p. വോളിയം എന്ന് വെച്ചാൽ വ്യാപ്തമാണ്. പി എന്ന് വെച്ചാൽ മർദ്ദം അഥവാ പ്രഷറാണ്. ഇത് തമ്മിൽ വിപരീത അനുപാതത്തിലായിരിക്കും. അഥവാ പ്രഷർ കൊടുക്കുമ്പോൾ വോളിയം കുറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും. രണ്ടും ഓപ്പോസിറ്റ് ആയിരിക്കണം. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും, ഒന്ന് കുറഞ്ഞാൽ ഒന്ന് കൂടും. അങ്ങനെ രണ്ടും ഒരേപോലെ ആയിരിക്കില്ല. അങ്ങനെയാണ് ഈ ചിഹ്നത്തിൻ്റെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/p എന്ന് പറയുന്നത്. എന്താണ് ഇവിടെ ഇതിനകത്തില്ലാത്തത്? T അല്ലേ, ടെമ്പറേച്ചർ ഇല്ല. അപ്പോൾ അതായത് ഊഷ്മാവ് സ്ഥിരമായിരിക്കും. പടത്തിൽ നിന്ന് മനസ്സിലായല്ലോ. V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/p. അതോ ഈ പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ V ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു 1/p ചെയ്യുമ്പോൾ ഈ പ്രൊപ്പോർഷണൽ ചിഹ്നം മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ വരുന്നത് P1 V1 = P2 V2 എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എന്താണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്? ഒരു സ്ഥിര ഊഷ്മാവിൽ വോളിയവും മർദ്ദവും, അതായത് പ്രഷറും വോളിയവും വിപരീത അനുപാതത്തിലായിരിക്കും. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ആൻഡ് pressure of a gas inversely proportional. അതാണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താണ് ബോയിൽ നിയമം എന്ന്. ഇപ്പോൾ ബോയിൽ നിയമം ഡെഫിനിഷൻ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ V പ്രൊപ്പോർഷണൽ 1/p, വ്യാപ്തം പ്രൊപ്പോർഷണൽ 1/, മർദ്ദം എന്നാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഡെഫിനിഷൻ എഴുതുമ്പോൾ എങ്ങനെ ഇടാം? സ്ഥിര ഊഷ്മാവിൽ ടെമ്പറേച്ചർ, വോളിയം ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/p. ഒരു ഗ്യാസിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ വോളിയം ഓഫ് എ ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അതാണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. 1 അന്തരീക്ഷ മർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിൻ്റെ വ്യാപ്തം 5 ലിറ്റർ ആണെന്നിരിക്കട്ടെ. സ്ഥിര ഊഷ്മാവിൽ വാതകത്തിൻ്റെ മർദ്ദം 2 അന്തരീക്ഷ മർദ്ദം ആയി വർദ്ധിപ്പിച്ചാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ചു വെക്കുക. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം എന്ന് പറയുമ്പോൾ പ്രഷർ, വാതകത്തിൻ്റെ വ്യാപ്തം അതായത് വാതകത്തിൻ്റെ വോളിയം 5 ലിറ്റർ ആണ്. സ്ഥിര ഊഷ്മാവിലാണ്, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ്. വാതകത്തിൻ്റെ മർദ്ദം 2 അന്തരീക്ഷ മർദ്ദമായി വർദ്ധിപ്പിച്ചാൽ, അതായത് 1 എന്നുള്ളത് 2 ആയിട്ട് വർദ്ധിപ്പിച്ചു എന്ന് വിചാരിക്കുക. പ്രഷർ അഥവാ മർദ്ദം ആയി വർദ്ധിപ്പിച്ചാൽ വാതകത്തിൻ്റെ വ്യാപ്തം എത്രയായിരിക്കും? അതിൻ്റെ വ്യാപ്തം അഥവാ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? P1 V1 = P2 V2. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. P1 എന്ന് പറയുമ്പോൾ 1 അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 ആണ്. P1 1 ആണ്. അപ്പോൾ V1 ഏതാണ് അടുത്തത്? V1 വ്യാപ്തം, V1 വോളിയം, അതായത് 5 ലിറ്റർ ആണ്. അടുത്തത് ഏതാണ് തന്നിട്ടുള്ളത്? P2 മർദ്ദം അഥവാ പ്രഷർ 2 ആയിട്ട് വർദ്ധിപ്പിച്ചു, അതാണ് P2 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതിൻ്റെ വ്യാപ്തം ആണ് കണ്ടുപിടിക്കേണ്ടത്, V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? P1 = P2 V2. അതിനുശേഷം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ P1 അറിയാം, V1 അറിയാം, P2 അറിയാം. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫോർമുല ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. V2 മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയെല്ലാം മറു സൈഡിലേക്ക് കൊണ്ടുപോകാം. അതായത് V2 എന്ന് പറയുന്നത് P1 V1 / P2 ആയിരിക്കും. എന്നിട്ട് ഇക്വേഷനിലേക്ക് നമ്മുടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P1 എന്ന് പറയുന്നത് 1 ആണ്, V1 എന്ന് പറയുന്നത് 5 ആണ്, / P2 എന്ന് പറയുന്നത് 2 ആണ്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2.5 ആണ്. 2.5 ലിറ്റർ ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ചാൾസ് നിയമം. ചാൾസ് നിയമത്തിനെ പറ്റിയാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഊഷ്മാവിലുണ്ടാകുന്ന വ്യത്യാസം വാതകത്തിൻ്റെ വ്യാപ്തത്തിൽ എന്ത് വ്യത്യാസമാണ് വരുത്തുന്നതെന്ന് നോക്കാം. ഊഷ്മാവിലുണ്ടാകുന്നത് ടെമ്പറേച്ചറിലുണ്ടാകുന്ന വ്യത്യാസം, വോളിയത്തിൽ വരുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഫിഗർ ശ്രദ്ധിക്കുക. ഇതൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. ഇത് സ്ഥിരമർദ്ദത്തിലാണ് ഇരിക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഇതുള്ളത്. ഇതിന് നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. ഇതൊരു ബീക്കറിനകത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ കാണുന്ന ഡോട്ട് എന്ന് പറയുന്നത് മെർക്കുറിയാണ് സങ്കല്പിക്കുക. മെർക്കുറിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ നമ്മളതിന് ഹീറ്റ് കൊടുത്തു. റൗണ്ട് ബോട്ടം ഫ്ലാസ്കിലിരിക്കുന്ന വാതകത്തിന് നമ്മൾ ഹീറ്റ് കൊടുത്തു അഥവാ ഊഷ്മാവ് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മെർക്കുറി ഇവിടെ നിന്ന് കണ്ടോ ഇങ്ങോട്ട് ചേഞ്ചായി, അതായത് താപം ചെന്നപ്പോൾ അതിൻ്റെ വ്യാപ്തം കൂടി അഥവാ ഹീറ്റ് ചെന്നപ്പോൾ, ടെമ്പറേച്ചർ ചെന്നപ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസായി. ഇതാണ് ചാൾസ് നിയമത്തിൽ പറയുന്നത്. അതായത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, അതായത് വ്യാപ്തവും ടെമ്പറേച്ചർ. ഇവിടെ പറയുന്നത് എന്താണ്? V പ്രൊപ്പോർഷണൽ ടു T, അതായത് വ്യാപ്തം നേരെ അനുപാതത്തിലാണ് എന്തിനോട്? ഊഷ്മാവിനോട്. അതായത് വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഈ ചിഹ്നത്തിൻ്റെ അർത്ഥം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, അതായത് നേരെ അനുപാതം വെച്ചാൽ എന്താണ്?
ഊഷ്മാവ് കൂടിയാൽ വോളിയം കൂടിയും, അതായത് ഊഷ്മാവ് കൂടിയാൽ വോളിയം കൂടും, അല്ലെങ്കിൽ വോളിയം കുറഞ്ഞാൽ ടെമ്പറേച്ചറും കുറയും. വ്യാപ്തം കുറഞ്ഞാൽ ഊഷ്മാവ് കുറയും. അങ്ങനെ നേരനുപാതത്തിലാണ് V പ്രൊപ്പോർഷണൽ ടു T. രണ്ടും ഒരേപോലെയാണ്. ഒന്ന് കൂടിയാൽ മറ്റതും കൂടും, ഒന്ന് കുറഞ്ഞാൽ മറ്റതും കുറഞ്ഞു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ചിഹ്നം, പ്രൊപ്പോർഷണൽ ചിഹ്നം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഊഷ്മാവിനെ ഗുണിച്ചപ്പോഴാണ് നമുക്ക് സ്ഥിരസംഖ്യ കിട്ടിയത്, വോളിയം കിട്ടിയത്. വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് T. അതായത് V1 ഡിവൈഡ് ബൈ T1 ഇസിക്കൽ ടു V2 ഡിവൈഡ് ബൈ T2. ഇവിടെ ഞാൻ ചെറിയൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതായത് ഊഷ്മാവ് കെൽവിൻ സ്കെയിലിൽ, വ്യാപ്തം മില്ലി ലിറ്ററിൽ. അതായത് ഊഷ്മാവ് കൂടുമ്പോൾ വ്യാപ്തവും കൂടുന്നു. അതാണ് ഈ ഗ്രാഫിൽ നിന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്? ഇക്വേഷനിൽ ഇല്ലാത്തതാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. എന്താണ്? പ്രഷർ അഥവാ മർദ്ദമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. ചാൾസ് ലോയിൽ പറയുന്നത് സ്ഥിരമർദ്ദത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതികമാണ്. അതാണ് ചാൾസ് ലോയിൽ പറയുന്നത്. ഓക്കെ, എക്സാമിന് ഈ ചാൾസ് നിയമത്തിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയാത്തവർ ഇത് ഓർക്കുക. V1 പ്രൊപ്പോർഷണൽ ടു T. ഇത് ഓർത്തിരിക്കുമ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് എന്താണ്? പ്രഷർ അഥവാ മർദ്ദം ഈ ഇക്വേഷനിനകത്ത് ഇല്ല. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇത് രണ്ടും പ്രൊപ്പോർഷണലുമാണ്. അതങ്ങനെ ഇത് വോളിയം, ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടി, അത്ര എഴുതി വെച്ചാൽ മതി. സ്ഥിരമർദ്ദത്തിൽ ചെയ്യുന്ന ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ ഊഷ്മാവിന് നേർ അനുപാതത്തിലാണ്. അത്ര അങ്ങ് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ചാൾസ് നിയമമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 300 കെൽവിൻ ഊഷ്മാവിൽ, ഇവിടെ K എന്ന് പറയുന്നത് കെൽവിനാണ്, 300 കെൽവിൻ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന 2 ലിറ്റർ 2L എന്ന് പറയുന്ന 2 ലിറ്റർ വായു 310 കെൽവിൻ ഊഷ്മാവിലേക്ക് ഉയർത്തുന്നു. മർദ്ദത്തിന് വ്യത്യാസമില്ലെങ്കിൽ പുതിയ വ്യാപ്തം എന്തായിരിക്കും? അതാണ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. 300 കെൽവിൻ ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന 2 ലിറ്റർ വായു 310 കെൽവിൻ ഊഷ്മാവിലേക്ക് ഉയർത്തുന്നു. മർദ്ദത്തിന് വ്യത്യാസമില്ലെങ്കിൽ പുതിയ വ്യാപ്തം എന്തായിരിക്കും? അങ്ങനെ പ്രോബ്ലം തരുമ്പോൾ തന്നെ പ്രോബ്ലത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് എടുത്തെഴുതുക. T തന്നിട്ടുണ്ട് 300 കെൽവിൻ, T1 T2 തന്നിട്ടുണ്ട് 310. അടുത്തത് വോളിയം തന്നിട്ടുണ്ട് V1 2 ലിറ്റർ. അടുത്തത് V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, പുതിയ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? ചാൾസ് നിയമത്തിൻ്റെ V1 ബൈ T1 ഇസിക്കൽ ടു P2 ബൈ T2. ഇവിടെ V2 ആണ് നമുക്ക് അറിയില്ലാത്തത്, ബാക്കിയെല്ലാം അറിയാം. അപ്പോൾ V2നെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും മറു സൈഡിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ T2 മുകളിലേക്ക് പോകും. അതായത് V1 ഇൻറ്റു T2 ഇസിക്കൽ ഡിവൈഡ് ബൈ T1. ഫോർമുലയിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. V1 എത്രയാണ്? V1 എന്ന് പറയുന്നത് 2 ആണ്. T2 എന്ന് പറയുന്നത് എത്രയാണ്? 310 ആണ്. ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുമ്പോൾ 300. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.066 ലിറ്റർ. ഇതാണ് അതിൻ്റെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് അവഗാഡ്രോ നിയമമാണ്. ഇത് കുറച്ചുകൂടി സിമ്പിളാണ്. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? V പ്രൊപ്പോർഷണൽ ടു N. അതായത് വ്യാപ്തം, അനുപാതം, മോളുകളുടെ എണ്ണം. N എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം. അപ്പോൾ ഇത് വെച്ചത് ഞാൻ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്. നിശ്ചിത ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം. ഇതിനകത്ത് Pയും തന്നിട്ടില്ല, Vയും തന്നിട്ടില്ല, അതായത് മർദ്ദം തന്നിട്ടില്ല, വോളിയം തന്നിട്ടില്ല ഇക്വേഷൻ്റെ അകത്ത്. അത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതാണ്. അപ്പോൾ സ്ഥിരമാണ് പ്രഷറും പിന്നെന്താണ്
ടിയും ടെമ്പറേച്ചറും സ്ഥിര ഊഷ്മാവിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും വ്യാപ്തം അഥവാ വോളിയം അതിലടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണത്തിനോട് ആനുപാതികമാണ്, അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് അവഗാഡ്രോ എന്ന ശാസ്ത്രജ്ഞൻ പ്രസ്താവിച്ചു. ഇതിനെയാണ് അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, വി പ്രൊപ്പോർഷണൽ ടു എൻ. വി എന്ന് പറഞ്ഞാൽ വ്യാപ്തം, വോളിയം. എൻ എന്ന് പറഞ്ഞാൽ മോളുകളുടെ എണ്ണം. ഇത്രേ ഉള്ളൂ അവഗാഡ്രോ നിയമം. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ബോയിലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.